ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാണ് കേട്ടോ. ഇതൊരു ഗാർഡനാണേ. അപ്പോൾ ഇവിടുത്തെ ഗാർഡനിലെ പ്രത്യേകതകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള പൂക്കളുണ്ട് ഇവിടെ. സൂര്യകാന്തി മുതൽ ഡാലിയ, അസീനിയ, റോസ്, ചീര, അങ്ങനെ എല്ലാ പൂക്കളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഇവർക്ക് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബക്കറ്റ് തരും. ഇത് കണ്ടോ, ഇതിനകത്ത് വെള്ളമുണ്ടേ. അപ്പം നമുക്കിത് കട്ട് ചെയ്യാനായിട്ടുള്ള കത്രിക പോലത്തെ സംഭവമുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഏത് തരത്തിലുള്ളതും നല്ല നീട്ടത്തിൽ മുറിച്ച് നമുക്കിതിനകത്ത് വെച്ച് നമുക്ക് കൊണ്ടുപോകാം. അധികം പൈസയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് അഫോർഡബിൾ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് എല്ലാവരും കൂടി വന്നിരിക്കുവാണ്. ഞങ്ങൾ 3 ഫാമിലീസ് ഉണ്ട്. സിജി, ഹലോ. രഞ്ജു, ഹലോ. ഇഷ്ടമായോ വന്നിട്ട് ഇവിടെ? പിന്നെ നല്ല പൂക്കളല്ലേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നല്ല വെള്ള ഫ്ലവേഴ്സ് അല്ലേ, നമ്മുടെ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഒരു സൈസ് ഫ്ലവേഴ്സ് അല്ലേ ഇത് വെള്ള. അതെ, അവിടെ അതെ, അതിൻ്റെ ഒരു കാറ്റഗറിയാണത്. പക്ഷെ അവിടെ സൂര്യകാന്തി ഉണ്ട്, അത് കുറച്ച് ഇങ്ങനെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ ആ സൂര്യകാന്തി കിട്ടുമെന്ന്. അവിടെ ഇവിടെ അതേ സൂര്യകാന്തിയുടെ അടുത്തേക്ക് വന്നിരിക്കുവാണേ. ഇതൊരു പ്രത്യേക കളർ ഇതിന്. ഇത് നോക്കിയേ, നല്ല കാപ്പിപ്പൊടി കളറിലുള്ള സൂര്യകാന്തി. ഇതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, പറിച്ചെടുക്കാം. ഇത് മുറിക്കുവാണ്. നമുക്ക് 2 എണ്ണം കിട്ടി. ഇതൊരു ഒരാഴ്ചയൊക്കെ നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് വലിയൊരു സൂര്യകാന്തി, അതിനകത്ത് കുറേ മൊട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറിക്കാനായിട്ട് തോന്നണില്ല കേട്ടോ. നോക്കിയേ, പിന്നെ നമ്മുടെ സാധാരണ സൂര്യകാന്തി ഉണ്ട്. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്, പക്ഷെ നല്ല വലിയ വലിപ്പമുണ്ട്. സിജി, ഈ സൂര്യകാന്തി കണ്ടില്ലല്ലോ. വലിയ സൂര്യകാന്തി. 2 വെറൈറ്റി. ഇതും വേറെ, ഇതും വേറെ. ഇത് നമ്മുടെ നാട്ടിലുള്ള വെറൈറ്റി ആണേ. ഇത് ഈ മഞ്ഞ. പക്ഷെ ഇത് നോക്കി, ഇത് വേറൊരു വെറൈറ്റി. നോക്കിയേ, ഇത് നമുക്ക് പറിച്ചാലോ? അത് വേണോ? അതിപ്പോ വേണ്ട, അത് വിരിഞ്ഞില്ലല്ലോ. ഈ മഞ്ഞ ഒരെണ്ണെടുക്കാം അല്ലേ? അത് ഗാർഡനിൽ വന്നപ്പോൾ നിറയെ ഫ്ലവേഴ്സ് കിട്ടി. ഇനിയും നമുക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഇത്രയും പിക്ക് ചെയ്ത് ഇതിങ്ങനെ നല്ല എന്താ പറയുന്നത്, മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇത് നിറയെ സൂര്യകാന്തിയാണ്, പക്ഷെ നല്ല ഹൈറ്റിലാണ്. നമുക്കിതിങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വളച്ച് നോക്കി, അതിൻ്റെ ഒരു ഭംഗി നോക്കി. ആ സൂര്യകാന്തിയുടെ ഈ സൂര്യകാന്തിയെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പാട്ട് സൂര്യകാന്തി, ആ പാട്ടല്ലേ. അങ്ങേയറ്റത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ഒരു സൂര്യകാന്തി അങ്ങേയറ്റത്ത്. അതിനകത്ത് തേനീച്ചക്കുട്ടന്മാരുണ്ടേ. പോണേ. അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് നമ്മളിത് പാക്ക് ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ എടുക്കുവാണ്. വെരി ഓൾ പ്രിറ്റി കളേഴ്സ്. യെസ്. Do you want to separate it or is that okay? All should together. Be fine, yeah. There's a lot of people coming over here. Yeah. Okay. Tomorrow's busy. We've got a workshop, a flower workshop. Till which month we are here? Till which month? Yes. Till which month? Till October? Around October. Late September. Okay. I'm sure I'll be back there. It's just getting I need the hands. Where are you staying? We are actually coming from Southampton. Oh, Southampton. Yeah. We are staying here a couple of days. What camping? In Sittingbourne. Oh, in Sittingbourne. Okay. The new hotel. It is not a hut, it's a house. Oh, yeah. Airbnb. Yeah. Yeah. You been to the seaside? We are going now. Need it. It's really hot. Yeah. We got. We have seen many of the farms like apple. Yes. Beautiful. Cherries. Yeah. Hops. There's a big hops. There's lots of plums around here. Yeah. So is it allowed to go there or just only to No, you? a lot of it's private, but there are pick your own plum farms and cherry farms and strawberries, things like that. But it would say pick your own. Thank you. How would you like to? ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു ബീച്ചിലേക്കാണ്. ഇവിടുത്തെ വെതർ നല്ലതായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ
ബീച്ച് എൻജോയ് ചെയ്യുവാണ്. ഫുൾ വൈബ്സാണ് ഇവിടെ. ഇതിൻ്റെ പേര് വൈക്കിംഗ് ബേ ബീച്ച് എന്നാണ്. ഞങ്ങളും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒന്ന് നോക്കട്ടെ കേട്ടോ. എന്നാലും ഒരുപാട് ഇംഗ്ലീഷുകാരും എല്ലാ നാഷണാലിറ്റിക്കാരുമുള്ള ഒരു വലിയൊരു ബീച്ചും അതിൻ്റെ സമീപ പ്രദേശങ്ങളുമാണത്. ഞങ്ങളുടെ ആൾക്കാരൊക്കെ അതേ വരുന്നുണ്ട്, എന്തായാലും എല്ലാവരും ഉണ്ട്. ഹലോ, ഹായ് ഹായ് ഹായ്. നമുക്ക് ബീച്ചിലേക്ക് പോകാം. വരൂ വരൂ വരൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞങ്ങളിന്ന് പോവാണ്. എല്ലാം ഒതുക്കി. ഈ വീട് എങ്ങനെയാണോ നമുക്ക് കിട്ടിയത് അതിലും നീറ്റായിട്ടും ടൈഡി ആയിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫൈൻ വരും. ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്, കുഞ്ഞുമക്കൾ ഇവിടെ ഉണ്ട്, വലിയ ആൾക്കാരവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ജി, അപ്പോൾ നമ്മുടെ കിച്ചണാണല്ലേ ഈ വീടിൻ്റെ ഒന്ന് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാനാണേ. അപ്പം ഇതിൻ്റെ എന്താ പറയുന്നത്, ഹോബ്, ഇലക്ട്രിക്, ഇത് ചിമ്മിനി. പിന്നെ ഇതിങ്ങനെ ഇത്രയും നീറ്റ് ആൻഡ് ടൈഡി ആട്ടോ കിച്ചൺ. പാത്രങ്ങളൊന്നും പുറത്ത് കാണില്ല. ഇത് പാത്രം വെക്കാനുള്ള സാധനം, സിങ്ക്, മൈക്രോവേവ്, ടോസ്റ്റർ, കെറ്റില്. ഇത്രയും നീറ്റാണ് നമ്മുടെ ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷുകാരുടെ കിച്ചൺ. ഇനി നമുക്ക് പിള്ളേരുടെ മുറി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് പോസ്റ്റ്. ഇത് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അറേഞ്ച് വെച്ചിരിക്കുന്നു. ഡ്രയറും വാഷിംഗ് മെഷീനും. ഇത് താഴെയുള്ളൊരു മുറിയാണ്. ഇത് 2 ബെഡുണ്ട്. ഇങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഈവൻ ടോയ്ലറ്റും ഉണ്ട് അതിനകത്ത്. ഷവറും ഉണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയുണ്ട്. പിന്നെ നമുക്കിനി നമ്മുടെ നാട്ടിൽ ഹോളെന്നൊക്കെ പറയില്ലേ, രഞ്ജു നമ്മളിന്ന് പോവല്ലേ? പോവാണ് വരാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഹോളെന്നൊക്കെ പറയില്ലേ, ഇതാണ് കേട്ടോ. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാം വെൽ അറേഞ്ച്ഡാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഡോറ്. നമ്മൾ മുകളിലേക്ക് കയറി പോയിട്ട് ഇതുപോലെ തന്നെ 3 മുറിയുണ്ട് മുകളിൽ. ഇതായിരുന്നു നമ്മളെടുത്ത ഒരു ഹൗസ്. ഈ ട്രീ പ്ലംസിൻ്റെ ആണ് കേട്ടോ. പക്ഷേ മരത്തേക്കാളും കൂടുതൽ താഴെ ഇങ്ങനെ പരവതാനി പോലെ വിരിച്ചിട്ടിരിക്കുവാണ് പ്ലംസ്. നമ്മൾ കഴിക്കുന്ന പ്ലംസ് തന്നെ ഇത്. നോക്കിയേ, ഇതന്നെ ഏറ്റവും ഭംഗി ഇപ്പോൾ കാണാനായിട്ട്. ആരും പറിക്കാതെ ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരങ്ങളാണിതെല്ലാവരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് നോക്കിയേ, ഇത് കണ്ടോ. ഇത് ഓൾറെഡി ഇതിൻ്റെ പ്രായം കഴിഞ്ഞു പോയേ. അപ്പം ഈ മരത്തിലുണ്ട്, പക്ഷെ മരത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ളത് ഈ താഴെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലേ. അയ്യോ, നിറയെ ഉണ്ട് അതിനകത്ത്. കാണാൻ നല്ല രസം. ചേച്ചി, നമ്മുടെ നാട്ടിലെ ലൂബിക്ക. അയ്യോ, എന്നാലും ലൂബിക്കൊന്നും താഴെ ഒന്നും ഇതുപോലെ വീഴില്ലല്ലോ നമുക്കല്ലേ. അപ്പോഴേക്കും നമ്മൾ ചാടി എടുക്കല്ലോ. അയ്യോ, അതൊക്കെ ഈ മരത്തിന് ചുറ്റും ഇതുപോലെ ഇങ്ങനെ ഉണ്ടായി കിടക്കുവാണ്. മരത്തുമ്മ ഉണ്ട്, മരത്തുമ്മ പക്ഷെ ഇപ്പോൾ ഒന്നും ഒറ്റയുള്ളൂ. ബാക്കിയെല്ലാം താഴെ ഉണ്ടായി കിടക്കണം. നമ്മുടെ നാട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്ന പോലെയുള്ള ഒരു ഫ്രൂട്ടാണിത്. നമ്മളും ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് കാണുന്നത്. നോക്കിയേ, പച്ച നിറത്തിൽ ഉണ്ടായി കിടക്കുന്ന ഫ്രൂട്ട്സ് ഇവിടെ ഒരെണ്ണം കാണാൻ പറ്റും. ശരിക്കും മാങ്ങ ഉണ്ടായി കിടക്കുന്ന പോലെ ഉണ്ട് അല്ലേ സിജി? അതെ ചേച്ചി, ശരിക്കും മാങ്ങ പോലെ. ഇഷ്ടം പോലെ പച്ചിലകളും പച്ച നമ്മുടെ നാട്ടിലെ മാവിന്റെ ലുക്ക് തന്നെ ശരിക്കും. ഇലയൊക്കെ അല്ലേ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽനട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടല്ല,
ഒരു സൈസ് സീഡോ ഒരു ഡ്രൈ ഫ്രൂട്ട് അത് കേക്കിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും. നമ്മൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ട്, വാൾനട്ടിൻ്റെ കേക്ക് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഇതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും പിന്നെ എന്താ പറയുന്നത് ഡൈജഷനും ഫൈബർ കണ്ടൻറ്റും വിറ്റാമിൻസും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ള ഇതാണ് സംഭവം. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് പഴുക്കുമായിരിക്കും അല്ലേ, പഴുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആ ഇതാണ് എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അവിടെ കണ്ടിട്ടില്ല കേട്ടോ, എന്നാലും കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം. അങ്ങനെ വാൽനട്ടും കണ്ടു.